ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 9ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 8 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സെഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാർഡ്സിൽ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് കാണാത്തവർ ദയവ് ചെയ്ത് ആ സെഷൻസ് കണ്ടിട്ട് വരിക, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 സെഷൻസ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ മിക്കവാറും എല്ലാം ഒരു ഫ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ സെഷനിലുള്ള കൺസെപ്റ്റ്സ് വെച്ചായിരിക്കും നമ്മൾ ഈ സെഷൻ പറയാൻ പോകുന്നത്. അതും ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ആദ്യം നമുക്ക് ഓംസ് ലോ ഉണ്ട്. ഓംസ് ലോയിൽ നിന്നും നമുക്ക് കിർച്ചോഫ്സ് ലോ പറയാൻ പറ്റും. കിർച്ചോഫ്സ് ലോയിൽ നിന്നും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ആ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ കിർച്ചോഫ്സ് ലോയും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും എന്താണെന്ന് മനസ്സിലായത്, അതായത് കഴിഞ്ഞ 2 സെഷൻസ്, സെഷൻ നമ്പർ 7ഉം സെഷൻ നമ്പർ 8ഉം മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ഈ സെഷനിൽ ഞാൻ മാക്സിമം വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് സിമ്പിൾ ആയിട്ട് എന്താണെന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷെ എന്നാൽ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതൊരു അപ്പാരറ്റസ് ആണ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്താണെന്ന് നമുക്കറിയാം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെയാണ് നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, എനിക്ക് ഈ ഒരു വയറുണ്ട്, ഇതൊരു വയറാണെന്ന് വിചാരിക്കാം. ഈ വയറിന്റെ റെസിസ്റ്റൻസ് എനിക്ക് അറിയത്തില്ല. ഈ വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഉപകരണത്തിൽ അതിനെ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് അഗൈൻ കഴിഞ്ഞ സെഷൻ കാണാത്തവർ കാണുക. ഞാൻ പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞുതരാം. എങ്ങനെയാ വരുന്നത്? ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ 4 റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇൻക്ലൂഡിങ് ഈ അൺനോൺ റെസിസ്റ്റൻസ്. ഈ അൺനോൺ റെസിസ്റ്റൻസ് കൂടാതെ 3 റെസിസ്റ്റർ കൂടെ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 4 റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതിൽ 3 അറിയായിരിക്കും, 1 അറിഞ്ഞൂടായിരിക്കും. ഓക്കെ, സോ 4 ഉണ്ടാവും. അപ്പൊ 4 നമ്മളൊരു 4 വയറിൽ കണക്ട് ചെയ്യും. ഒരു ഡയമണ്ട്സ് പോലെ ഓക്കെ കണക്ട് ചെയ്യും. ഓക്കെ, ഞാൻ പറയുവാണ് ഇത് R1 എന്ന് പറയുവാണ്. ഇവിടെ നിന്ന് തുടങ്ങാം. R1 എന്ന് പറയുവാണ്, ഇതിന് R2 എന്ന് പറയുവാണ്, ഇതിന് R3 എന്ന് പറയുവാണ്, ഇതിന് R4 എന്ന് പറയുവാണ്. ലെറ്റ്സ് സേ ഞാൻ പറയുവാണ്, എനിക്ക് R1 അറിയാം, R2 അറിയാം, R4 അറിയാം, R3 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉപകരണം ഉപയോഗിക്കും. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ലെറ്റ്സ് സേ ഞാൻ ഇത് ABCD എന്ന് പറയുവാണ്. ഓക്കെ, 4 ജംഗ്ഷനാണുള്ളത്. ആൻഡ് ഈ BDനെ ഞാൻ കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഗാൽവനോമീറ്റർ വെക്കും. ഓക്കെ, ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉപകരണമാണോ കറണ്ടിനെ അളക്കുന്നത് അതിനാണ് നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വേറൊരു ചാപ്റ്റർ പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇത്രയും ഓർത്താൽ മതി, ഒരു വയറിൽ ഞാൻ ഒരു ഗാൽവനോമീറ്റർ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വയറിൽ എത്ര കറണ്ട് പോകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഈ ഡിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്യും, അതിലൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഹോൾ സെറ്റപ്പിനെ, ഈ AC പിടിച്ച് നമ്മളൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഓർക്കാം, ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കും. എപ്പോഴാണോ ബാറ്ററി കണക്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. ഞാനൊരു ബൾബ് വെച്ചേക്കാണ്, സ്വിച്ച് ഇടുന്നില്ല, അപ്പൊ അവിടെ സോഴ്സിലൊന്നും കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഒന്നും ഇല്ല. സ്വിച്ച് ഇടുമ്പോൾ മാത്രമാണ് സോഴ്സിൽ കണക്ട് ആവുന്നത്, അതിൽ കൂടെ കറണ്ട് പോകുന്നത്. അതേപോലെ ഇവിടെ ബാറ്ററി വെക്കുമ്പോൾ മാത്രമാണ് ഇതിൽ കൂടെ കറണ്ട് പോകുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു I കറണ്ട് പോകുന്നു. അതേപോലെ ഇതിൽ തിരിച്ചു വരുന്ന കയറുന്ന അതേ I കറണ്ട് ആയിരിക്കും തിരിച്ചു വന്ന് കയറുന്നത്. ഇനി ശ്രദ്ധിക്കാം, ഈ I കറണ്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പാത്ത് മീറ്റ് ചെയ്യുന്ന സ്ഥലം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു 6th സെക്ഷൻ, കൊല്ലം ജംഗ്ഷൻ. കൊല്ലം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ, കൊല്ലത്ത് നിന്ന് നമുക്ക് ആലപ്പുഴ പോവാം, കോട്ടയം പോവാം, പുനലൂർ പോവാം, തിരുവനന്തപുരം വരെ. അതുകൊണ്ടാണ് അതിന് ജംഗ്ഷൻ പറയുന്നത്. ഒന്നിൽ കൂടുതൽ പാത്ത് അവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ നോക്കാം, എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പാത്തുണ്ട്. ഇവിടെ നിന്ന് വരുന്ന പാത്തുണ്ട്, 2, 3 പാത്തുണ്ട്. ഇവിടെയും 3 പാത്തുണ്ട്, ഇവിടെയും 3 പാത്തുണ്ട്, 3 പാത്തുണ്ട്. അങ്ങനെ 4 ജംഗ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് ഈ ജംഗ്ഷനിൽ വരുമ്പോൾ ആ ജംഗ്ഷനിൽ നിന്നും അതിന് കുറച്ച് അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. എത്ര അങ്ങോട്ട് പോകും, എത്ര ഇങ്ങോട്ട് പോകും എന്നുള്ളത് അവിടെ റെസിസ്റ്റൻസ് അനുസരിച്ചായിരിക്കും. അതിന് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ കിർച്ചോഫ് ലോ പഠിച്ചത്. അതിനകത്ത് 6th സെക്ഷൻ പോയി കാണാം. അപ്പൊ കുറച്ച് കറണ്ട് അങ്ങോട്ട്, ഇത്രയും ഓർത്താൽ കുറച്ച് കറണ്ട് അങ്ങോട്ട് പോകും, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും. എന്നിട്ട് ഈ കറണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് വരും. ഇങ്ങനെ പോയ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആൻഡ് അതേപോലെ ഇതിൽ കൂടെ പോയ കറണ്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ഇങ്ങോട്ടും പോകും, കുറച്ച് ഇങ്ങോട്ടും പോകും. അപ്പൊ എഫക്റ്റീവ്ലി ഈ BD എന്ന് പറഞ്ഞ ആമിൽ, ഗാൽവനോമീറ്റർ ഉള്ള ആമിൽ അങ്ങോട്ടാണോ കറണ്ട് പോകുന്നത്, ഇങ്ങോട്ടാണോ കറണ്ട് പോകുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ചിലപ്പോ ഈ കറണ്ട് ആയിരുന്നു കൂടുതൽ എന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് I1 I2 എന്ന് പറയുവാണ്. ഓക്കെ, ഈ I1 ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇത് താഴോട്ടായിരിക്കും ചിലപ്പോൾ കറണ്ട് പോകുന്നത്.
I2 ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ മുകളിലോട്ടായിരിക്കും കറണ്ട് പോകുന്നത്. അതെല്ലാം വരുന്നത് ഈ R1, R2, R3, R4ന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് അനുസരിച്ചായിരിക്കും. അപ്പൊ എനിക്ക് അറിയാൻ പറ്റത്തില്ല ആ BD എന്ന് പറഞ്ഞ ആമിൽ വരുന്ന, ഞാൻ പറയുന്നത് അതിന് IG കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ IG കറണ്ട് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഈ ഒരു എക്യുപ്മെന്റിനാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ അൺനോൺ റെസിസ്റ്റൻസ് ആണ് നമുക്ക് അവസാനം കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു കണ്ടീഷൻ കൊണ്ടെത്തിക്കും. ആ കണ്ടീഷനെ നമ്മൾ ബാലൻസ് കണ്ടീഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാലൻസ് കണ്ടീഷൻ എന്താണെന്ന്. ഓക്കെ, ബാലൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ R1നെയും R4നെയും കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് ആണ് R1, R4. അത് നമ്മൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ IG-യുടെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറയുവാണ് ആദ്യം കുറച്ച് ഒരു R1 വെച്ചു ആൻഡ് R4 വെച്ചു. അപ്പോൾ ഇത് ഗാൽവനോമീറ്റർ ആണെന്ന് വിചാരിക്കാം. -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിഫ്ലക്ട് ഉണ്ടാവും. അപ്പൊ ആദ്യം കുറച്ച് കറണ്ട് ഇങ്ങനെ ആയിരിക്കും. R1, R4 ഞാൻ മാറ്റിയപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസ് മാറ്റി വരുമ്പോഴത്തേക്ക് അത് ഇങ്ങോട്ടും ഇങ്ങനെ ആയി. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുമ്പോൾ ഇത് 0 ആവും. അതായത് ആ ഗാൽവനോമീറ്ററിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് IG എന്ന് പറയുന്ന കറണ്ട് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലാവുമ്പോൾ 0 ആവും. എപ്പോഴും R1, R4ന്റെ വാല്യൂ ഏതോ ഒരു വാല്യൂ എത്തുമ്പോഴത്തേക്കും ആ IG എന്ന് പറഞ്ഞ കറണ്ട് 0 ആവും. ആ കണ്ടീഷനെയാണ് നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ച് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഈ ബാലൻസ്ഡ് കണ്ടീഷൻ ആയിരിക്കുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ റൂൾ ട്രൂ ആയിരിക്കും. ആ റൂൾ എന്ന് പറയുന്നത് R2/R1 എന്ന് പറയുന്ന റേഷ്യോ എപ്പോഴും R3/R4 ആയിരിക്കും. അല്ലെങ്കിൽ നേരെ നമുക്ക് തിരിച്ചു പറയാം, R2/R1 എപ്പോഴാണോ R3/R4 ഈക്വൽ ആവുന്നത് ആ കണ്ടീഷനിൽ ഈ IG 0 ആയി മാറും. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് R3 കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? എനിക്ക് അൺനോൺ റെസിസ്റ്റൻസ് R3 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് R3 ഇതിൽ നിന്നും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് R4നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ R3 = R4 അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R4 × R2/R1 എന്ന് പറയാം. ലെറ്റ്സ് സേ R4 എന്ന് പറയുന്നത് 15 ഓം ആണ്, R2 20 ആണ്, R1 10 ആണെങ്കിൽ എനിക്ക് 15 × 20/10 30 ഓം എന്ന് എനിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ആയ R3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് ബാലൻസ്ഡ് കണ്ടീഷനെ കൊണ്ടുപോകുന്നത്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിലും നമുക്ക് 3 നോൺ റെസിസ്റ്റൻസ് വേണം, ഒരെണ്ണം അൺനോൺ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 റെസിസ്റ്റൻസ് വേണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ നോൺ റെസിസ്റ്റൻസ് അറിയാവുന്ന റെസിസ്റ്റൻസ് ആണ് S എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഇത് വരാമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ +2 പ്രാക്ടിക്കൽസിലുള്ള ഒരു സെക്ഷനാണ് ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ലിറ്ററലി ഒരു ബോക്സ് ആണ്, ഒരു ഡപ്പി പോലെ ഇരിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ കുറെ കീസ് ഉണ്ടാവും. ഇങ്ങനെ കുറെ കീസ് ഉണ്ടാവും. ഓക്കെ, ഈ കീനെ അകത്തിടാനും പുറത്തെടുക്കാനും പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു കീനെ അകത്തിടാം, പുറത്തെടുക്കാം, അടുത്ത കീനെ അകത്തിടാം, പുറത്തെടുക്കാം. ഓക്കെ, അങ്ങനെ എത്ര കീ നമ്മൾ അതിൽ നിന്നും വലിച്ചൂരുന്നു അതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബോക്സിനെ നോക്കി തന്നെ ഞാൻ പറയുന്നത് ആദ്യത്തെ ഈ 2 റെസിസ്റ്റൻസ് ഞാൻ വലിച്ചൂരി. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഓക്കെ, ആദ്യത്തെ റെസിസ്റ്റൻസ് വലിച്ചൂരിയപ്പോൾ 2 ഓം, രണ്ടാമത്തെ റെസിസ്റ്റൻസ് വലിച്ചൂരിയപ്പോൾ 2 ഓം, അങ്ങനെ 4 ഓം ആണ് എന്ന് എനിക്ക് ഈ റെസിസ്റ്റൻസിനെ നോക്കി തന്നെ എനിക്ക് അവിടെ പറയാൻ പറ്റും. റെസിസ്റ്റൻസ് ബോക്സിനെ നോക്കി തന്നെ എത്ര കീ ഊരിയിരിക്കുന്നു എന്നുള്ളത് നോക്കി തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കലി റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് നോക്കി കണ്ടുപിടിച്ച് അറിയാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊരു നോൺ റെസിസ്റ്റൻസ് ആണ്, അതൊരു S നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അൺനോൺ റെസിസ്റ്റൻസിനെ നമ്മൾ ഇവിടെ പിടിച്ച് കണക്ട് ചെയ്യുവാണ്. ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് ഒരു മെറ്റാലിക് സ്ട്രിപ്പിലാണ്. L ഷേപ്പിലിരിക്കുന്ന ഒരു മെറ്റാലിക് സ്ട്രിപ്പ്, ഇവിടെ ഒരു മെറ്റാലിക് സ്ട്രിപ്പ്, ഇവിടെ ഒരു മെറ്റാലിക് സ്ട്രിപ്പ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തു. ആൻഡ് ഇതിനെ ഈ AC എന്ന് പറഞ്ഞ ആമിനെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ AC-നെ പിടിച്ച് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തു. ഒരു സ്വിച്ചും കൂടെ വെച്ചു, ജസ്റ്റ് സോ ദാറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു സ്വിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അപ്പോൾ 2 റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, ഒരു നോൺ റെസിസ്റ്റൻസ് R2 ഞാൻ പറഞ്ഞു, R3 ഞാൻ പറഞ്ഞു. R3 അൺനോൺ റെസിസ്റ്റൻസ് ആണ്, അതാണ് ഇവിടെ കണക്ട് ചെയ്തത്. ഇനി R1 R2 ഉണ്ട്. ആ R1 R2 വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലൂ വയർ വെച്ചത്. ഓക്കെ, അപ്പൊ ആ ബ്ലൂ വയർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വയർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 1 മീറ്റർ നീളമുള്ള ഒരു ബ്ലൂ വയറിനെ നമ്മൾ ഇതിൽ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കുക, BD എന്ന് പറഞ്ഞ ആം തന്നെ ഇവിടെ BD എന്ന് പറഞ്ഞ ആം ഉണ്ട്. ഓക്കെ, ആ BD എന്ന് പറഞ്ഞ ആമിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ BD-ന്റെ എൻഡിൽ ഒരു ജോക്കി ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു പേന പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഈ പേനയുടെ അറ്റത്തായിരിക്കും ആ വയർ വന്ന് കയറുന്നത്. അപ്പൊ ആ പേന എനിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും.
അതിനാണ് ഈ ജോക്കി ഉപയോഗിക്കുന്നത്. അപ്പൊ ജോക്കി എന്ന് പറയുന്നത് ഒരു പോയിന്റഡ് എൻഡ് ആയിരിക്കും. ആ പോയിന്റഡ് എൻഡിനെ എനിക്ക് വയറിന്റെ മുകളിൽ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ എക്സ്പെരിമെന്റ് സെറ്റ്. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീറ്റർ ബ്രിഡ്ജ് കണ്ട ഉടനെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കൂടെ കറണ്ട് പ്രോപ്പറായിട്ട് വരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ജോക്കിനെ എടുത്ത് അപ്പുറത്തെ എനിക്ക് കുത്തി നോക്കും. ഇതാണ് എന്റെ ജോക്കിന്റെ ആയിരിക്കും. ആദ്യം അപ്പുറത്തെ എനിക്ക് കുത്തി നോക്കും. അപ്പൊ അവിടെ ഗാൽവനോമീറ്റർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഗാൽവനോമീറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഗാൽവനോമീറ്ററിൽ ആദ്യം നെഗറ്റീവ് കറണ്ട് ആണ് വരുന്നത്. ഞാൻ അപ്പുറത്തെ എനിക്ക് കുത്തിയപ്പോൾ നെഗറ്റീവ് കറണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് കറണ്ട്. ഓക്കെ, പോസിറ്റീവ് കറണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ഓക്കെ, മനസ്സിലായി, കറണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ കൂടെ കറണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് ഇപ്പുറത്ത് കുത്തി നോക്കാം. ഇപ്പുറത്ത് കുത്തി നോക്കുമ്പോഴും കറണ്ട് വരും, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഏത് കണ്ടീഷനിലാണ് നമുക്ക് ബാലൻസ് കണ്ടീഷനിലോട് കൊണ്ടുപോകണം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനെ ബാലൻസ് കണ്ടീഷനിലോട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാലൻസ് കണ്ടീഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഈ ജോക്കിനെ പിടിച്ച് ഇങ്ങനെ ഞെരക്കും. ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകും. ആ വയറിന്റെ മുകളിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകും. അങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ നെഗറ്റീവ് ആണ്ടിരിക്കാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പലത് കുറഞ്ഞ് 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 കൊണ്ടുവന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇത് 0 ആയി മാറും. അതായത് ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ, ലെറ്റ്സ് സേ അതിന് ഞാൻ IG എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ആ IGയുടെ വാല്യൂ 0 ആയി മാറും. അപ്പോ എന്തായി? നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ തന്നെ മീറ്റർ ബ്രിഡ്ജ്. ആ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷനിലായി മാറി. ഓക്കെ, അങ്ങനെ മാറുമ്പോഴത്തേക്ക് ഞാൻ പറയുവാണ്, ഇവിടെ നിന്നും ഉള്ള ലെങ്ത് L ആണെന്ന് ഞാൻ പറയണം. ഒരു L ഡിസ്റ്റൻസ് എത്തിയപ്പോഴത്തേക്ക്, കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് 15 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, ചിലപ്പോൾ 30 സെന്റിമീറ്റർ, എത്ര സെന്റിമീറ്റർ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ദൂരം എത്തിയപ്പോഴത്തേക്കും എനിക്കിത് ബാലൻസ് കണ്ടീഷൻ ആണെന്ന് ഞാൻ പറയണം. അപ്പൊ ബാക്കിയുള്ള ലെങ്ത് എത്രയായിരിക്കും? ടോട്ടൽ 100 ആണെന്ന് എനിക്കറിയാം. 100 സെന്റിമീറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. L ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ ബാലൻസ് ആയി. അപ്പൊ ബാക്കിയുള്ളത് 100 - L ആയിരിക്കും. അതിന്റെ ലെങ്ത് നമുക്ക് ടോട്ടൽ 100 ആണെങ്കിൽ 100ൽ നിന്നും L പോയി കഴിഞ്ഞാൽ ബാക്കി 100 - L ആയിരിക്കും അവിടെ ഉള്ളത്. ഇപ്പൊ ബാലൻസ് കണ്ടീഷൻ നമുക്ക് എന്താ അറിയാവുന്നത്? മുകളിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ താഴെയുള്ള റെസിസ്റ്റൻസ്. ഇതിന് ഞാൻ പറയുവാണ്, ലെറ്റ്സ് സേ ഇതിന് ഞാൻ X റെസിസ്റ്റൻസ് എന്ന് പറയുവാണ്, ഇതിന് Y റെസിസ്റ്റൻസ് എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? S ഡിവൈഡഡ് ബൈ മുകളിലുള്ളത് R2 ഡിവൈഡഡ് ബൈ R1, മുകളിലുള്ളത് ഡിവൈഡഡ് ബൈ താഴെയുള്ളത്. അപ്പൊ S ഡിവൈഡഡ് ബൈ X വിൽ ബി ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ Y. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആറിനെ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു, എക്സിനെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ S ഡിവൈഡ് ബൈ R ഈക്വൽ ടു X ഡിവൈഡ് ബൈ Y എന്ന് എനിക്ക് എഴുതാം. X അവിടെ ഉള്ള റെസിസ്റ്റൻസ്, ഇവിടെ ഉള്ള റെസിസ്റ്റൻസ്, ഇത്രയും വയറിന്റെ ലെങ്ത്തിന് എത്ര റെസിസ്റ്റൻസ് വരുന്നു അതാണ് X. ഇത്രയും വയറിന് എത്ര റെസിസ്റ്റൻസ് വരുന്നു അത്രയാണ് Y. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മൾ രണ്ടാമത്തെ സെഷനിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ρ ഇൻറ്റു L ബൈ A. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുവാണ്, ഇതൊരു കോപ്പർ വയറാണ്. ഈ കോപ്പർ വയറിനെ ഞാൻ എടുത്തു. ഇപ്പൊ ആദ്യം ഇതിന് 10 സെന്റിമീറ്റർ ഉണ്ടാകുന്ന വിചാരിക്കാം. ഓക്കെ, ആദ്യം 10 സെന്റിമീറ്റർ ഉള്ള കോപ്പർ വയർ എടുത്തു. ഇനി അതേ കോപ്പർ വയർ കൊണ്ട് ഞാൻ വേറൊരു വയർ ഉണ്ടാക്കി. ഞാൻ പറയുന്നത് ഇത് രണ്ടാമത്തെ ഒരു വയറാണ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് 100 സെന്റിമീറ്റർ ആണെന്ന് വയ്ക്കാം. വലിയ നീളമുള്ള ഒരു വയർ എടുക്കുകയാണെങ്കിൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ഉള്ള റെസിസ്റ്റൻസിനായിരിക്കും വയർ കൂടുതൽ. അപ്പൊ എത്രയാണോ ലെങ്ത് കൂടുന്നത് അതിനനുസരിച്ച് എനിക്ക് റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ഇത് മനസ്സിലാവാത്തവർ രണ്ടാമത്തെ സെഷൻ പോയി കാണുക. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെഷൻ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആലോചിച്ചാൽ മതി. ലെങ്ത് കൂടുമ്പോൾ എനിക്ക് അതിന്റെ റെസിസ്റ്റൻസ് കൂടുന്നതായിരിക്കും. ഇവിടെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്, ഒരേ വയറാണ്, അവിടെ ലെങ്ത് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോ എനിക്ക് എന്തെഴുതാം? ഇവിടെ ρ ഇൻറ്റു L ബൈ A എന്ന് പകരം എനിക്ക് എന്തെഴുതാം? എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? X വിൽ ബി ഈക്വൽ ടു ρ ഇൻറ്റു L ബൈ A എന്ന് എഴുതുമ്പോൾ L ബൈ A ഫോം എഴുതുമ്പോൾ റോ ഇൻറ്റു ഇവിടെ എല്ലാം L ഡിവൈഡഡ് ബൈ A ആൻഡ് വൈനെ എങ്ങനെ എഴുതാം? റോ ഇൻറ്റു 100 - L ആണ് അവിടുത്തെ ലെങ്ത്. അപ്പൊ 100 - L ഡിവൈഡഡ് ബൈ A എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പൊ X ബൈ Y എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? റോ ഇൻറ്റു L ബൈ A ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു 100 - L ഡിവൈഡഡ് ബൈ A. എയും റോയും ഒക്കെ കട്ട് ചെയ്തു പോകും. അപ്പൊ L ഡിവൈഡഡ് ബൈ 100 - L എന്നെനിക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിതാ ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന ഇക്വേഷൻ S ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ Y എന്നായിരുന്നു നമ്മൾ എഴുതിയത്. അപ്പൊ X ഡിവൈഡഡ് ബൈ Y L ഡിവൈഡഡ് ബൈ 100 - L എന്നാണ് നമുക്ക് അറിയാവുന്നത്. ഓക്കെ, ഇത് ലെറ്റ്സ് സേ ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, രണ്ടിന്റെയും
ഇപ്പുറത്തെ സൈഡ് നോക്കി, ഇതിന്റെ റൈറ്റ് സൈഡിൽ എക്സ് ബൈ വൈ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എക്സ് ബൈ വൈ, ഇത് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എസ് ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ 100 മൈനസ് എൽ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലെറ്റ്സ് സേ ആറാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആറിനെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാം, ബാക്കി ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ആർ ഈക്വൽ ടു 100 മൈനസ് എൽ ദ ഹോൾ ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എൽ എന്നുള്ള ഫോമിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എസ് ആണ് അൺനോൺ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 100 മൈനസ് എൽ എന്നെനിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എനിക്ക് അൺനോൺ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കെയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച്, ഓക്കെ, ഇങ്ങനെ ഒരു സ്കെയിൽ, ഈ സ്കെയിലിൽ ഇങ്ങനെ മാർക്കിങ്സ് കാണും കുറെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നീക്കും തോറും നിങ്ങൾ എത്ര ദൂരം പോയി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഞാൻ 30 സെന്റിമീറ്റർ ദൂരത്തിലാണ് ഞാൻ പോയത്. അപ്പൊ 30 സെന്റിമീറ്റർ എന്ന് പറയാൻ ബാക്കി എനിക്ക് അറിയാം 70 സെന്റിമീറ്റർ. അപ്പൊ എനിക്ക് എഴുതാം എസ് ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 70 എന്ന് എഴുതാം. അതിൽ എസിന്റെ വാല്യൂ അറിയാമെങ്കിൽ എനിക്ക് ബാക്കി കണ്ടുപിടിക്കാം, ആറിന്റെ വാല്യൂ അറിയാമെങ്കിൽ എസ് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വേണോ എനിക്ക് അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം. ഇതിനെയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട എത്രയാണ് ആദ്യം പറയാം. മീറ്റർ ബ്രിഡ്ജ് ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് അൺനോൺ റെസിസ്റ്റൻസ്. അറിഞ്ഞൂടാത്ത റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ തന്നെയാണ് മീറ്റർ ബ്രിഡ്ജ്. ഇനി അതിലുള്ള കൺസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൽ പോലെ ഒരു മെറ്റാലിക് ഷീറ്റ് ഉണ്ടാവും. ആ മെറ്റാലിക് ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദർ ഇസ് വൺ നോൺ റെസിസ്റ്റൻസ് which is the resistance box, and between the metallic strips there is a wire of length 100 cm. ഓക്കെ, ഒരു വയർ ഉണ്ട്. ആ വയറിന് 100 സെന്റിമീറ്റർ നീളമുണ്ട്. അതിന് ഞാൻ AC യിൽ പിടിച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, from B there is an arm which has a galvanometer and a jockey which can be slid over the വയർ. ഏതും ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു ആം ഉണ്ട്. ആ ആമിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. അതിന്റെ അറ്റത്തിൽ ഒരു ജോക്കി ഉണ്ട്. ആ ജോക്കിനെ എനിക്ക് ഇതിന്റെ പുറത്ത് പിടിച്ച് ഞെരക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എഴുതാം അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ. ലെറ്റ്സ് സേ ഇഫ് ദ ജോക്കി ഈസ് അറ്റ് L ഡിസ്റ്റൻസ് ഫ്രം A. ബാലൻസ് കണ്ടീഷൻ ആകുമ്പോൾ ജോക്കി L ഡിസ്റ്റൻസ് ഫ്രം എയിലാണ് നിൽക്കുന്നത്. സോ ബാക്കിയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 100 മൈനസ് L ആണ്. എന്നാൽ ഇത്രയും എഴുതി നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് മീറ്റർ ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ്. എപ്പോഴും ഓർക്കാം എസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 100 മൈനസ് എൽ. തിരിച്ചും പറയാം. ചിലപ്പോൾ ഇത് നേരെ തിരിച്ചായിരിക്കും കേട്ടോ ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു. പറയാൻ ആർ എവിടെയും എസ് അവിടെയായിരിക്കും. അപ്പൊ ഇക്വേഷൻ തീരുന്നല്ലാതെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഒരു മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ആ മീറ്റർ ബ്രിഡ്ജിൽ നിന്നും ആദ്യത്തെ നൾ പോയിന്റ്. സോ ഇതിന്റെ നൾ പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണോ ഇതിന്റെ IG 0 ആവുന്നത് അതിനെ തന്നെയാണ് നമ്മൾ നൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ എ മീറ്റർ ബ്രിഡ്ജ് നൾ പോയിന്റ് ഈസ് ഫൗണ്ട് അറ്റ് 33.47 സെന്റിമീറ്റർ ഫ്രം A. ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 33.7 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം 100 മൈനസ് L എന്ന് പറയുന്നത് 66.3 സെന്റിമീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് എല്ലാം സെന്റിമീറ്റർ വെച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഒന്നെങ്കിൽ എല്ലാത്തിനെയും മീറ്ററിലോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് എല്ലാം സെയിം മീറ്ററിൽ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം സെന്റിമീറ്ററിൽ തന്നെ വെച്ചിട്ട്. കാരണം ഇവിടെ റേഷ്യോ ആണ് എടുക്കുന്നത്. ഇപ്പൊ യൂണിറ്റ്സ് വലിയ കുഴപ്പമില്ല, എല്ലാം ഒരേ യൂണിറ്റ് വെച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇഫ് എ റെസിസ്റ്റൻസ് 12 ohm ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എസ്. എസിന്റെ കൂടെ ഒരു പാരലൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അതിന്റെ value 12 ohm ആണ്. Okay, the null point occurs at 51.9 centimeter. അപ്പോൾ ഇതിനെ ഞാൻ L1 100 minus L1 എഴുതുവാണ്. രണ്ടാമത്തത് L2, പുതിയ L2 എപ്പോഴാണ് 51.9 സെന്റിമീറ്ററിലാണ് L2 സംഭവിക്കുന്നത്. 100 minus L2 എത്രയാ? ഇത് മൈനസ് ചെയ്താൽ മതി, 48.2 സെന്റിമീറ്റർ. ഓക്കെ, ഡിറ്റർമൈൻ R and S. എത്രയാ R and S എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം അറിയാം R by S. S by R നമ്മൾ പറഞ്ഞു. S by R equal to L divided by 100 minus L. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ 33.7 divided by 66.3 ഇത് നമുക്കറിയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത് ഇവിടെ ഒരു 12 ohm കണക്ട് ചെയ്തു. ആ 12 ohm എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, പാരലൽ വരുമ്പോൾ 1/R equivalent equal to 1/S plus 1/12 ആയിരിക്കും. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിന്റെ എല്ലാം റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും ഇത് വരുന്നത്
12 plus s divided by 12s. അപ്പോൾ r equivalent ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, which is 12s divided by 12 plus s. ഓക്കെ, ഇനി ബാലൻസ്ഡ് കണ്ടീഷൻ നോക്കാം. പുതിയ ബാലൻസ്ഡ് കണ്ടീഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 12s divided by 12 plus s the whole divided by r will be equal to എത്രയാ 51.9 divided by 14.2. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആറും ആറും കട്ട് ചെയ്ത് പോകും, എനിക്ക് എസ്സിൽ മാത്രം ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ എനിക്ക് എസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ എസ് എടുത്ത് തിരിച്ച് ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് എഴുതാം, ഞാൻ അതിനുശേഷം ബോർഡിൽ എഴുതാം. സോ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആറിന്റെ വാല്യൂ 13.5 ഓം എന്ന് കിട്ടണം. സോറി, എസിന്റെ വാല്യൂ 13.5 ഓം എന്ന് കിട്ടണം, ആറിന്റെ വാല്യൂ 6.68 ഓം എന്ന് കിട്ടണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കാം. സോ ഇന്ന് പഠിച്ച കൺസെപ്റ്റ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? 100 മീറ്റർ വയറുള്ള നീളമുള്ള ഒരു വയറിനെ ഇവിടെ പിടിച്ച് കണക്ട് ചെയ്തു. ഒരു നോൺ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്. ജോക്കീനെ നമ്മൾ സ്ലൈഡിൽ വരുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഈ IG0 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, S/R = L divided by 100 - L എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമന്റ്സ്.